ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ ഉറച്ച ശബ്ദം വേണമല്ലേ? NSUI വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിന് പുറത്ത് വിക്സ് മിഠായി വിതരണം ചെയ്താണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. അതായത് ശബ്ദം നന്നാക്കാൻ വേണ്ടി യുവാക്കളുടെ ശബ്ദം മോദിയുടെ ചെവിയിലെത്തണമെന്നതാണ് NSUI പറയുന്നത്. അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പല പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പല നടപടികളും നമ്മൾ കാണുകയാണ്. രാവിലെ ടൂത്ത് പേസ്റ്റും ബ്രഷുമായി അവിടെ എത്തുന്നുണ്ട്. സമരക്കാർക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ ആളുകൾ പൊതിച്ചോറുമായി എത്തുന്നുണ്ട്, ഭക്ഷണം ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാഴ്ചകളും നമ്മൾ അവിടെ കാണുന്നുണ്ട്. നോബൽ മാരിക്കാരൻ ജന്തർ മന്ദറിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. ദില്ലി ജന്തർ മന്ദറിലെ സമരം രാവിലെ മുതൽ തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ജന്തർ മന്ദറിന് അകത്ത് SFIയുടെ സമരവേദി കണ്ടതാണ്. ഇത് NSUIയുടെ സമരവേദിയാണ്. ഛാത്രോം കി ഗൂഞ്ച് എന്ന രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വിദ്യാർത്ഥികൾക്കൊപ്പം സംവാദത്തിന്റെ ബാനറൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രീ സാനിറ്ററി പാഡ്സ് ബിക്കോസ് അവർ പാഡ്സ് ആർ ലീക്ക് പ്രൂഫ് അൺലൈക്ക് NTA എന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന പ്രവർത്തകർക്ക് ഇവിടെ വിക്സ് ഗുളിക നൽകുന്ന സാഹചര്യമുണ്ട്. ബൈ വിക്സ് ക്യോं देता है लोगों को? विक्स इसलिए देता है ताकि अपनी आवाज़ को बुलंद करके नारे लगाएं और इस सरकार के खिलाफ आवाज़ उठाएं, अपने हक की लड़ाई लड़ें. ये जितने यहाँ पे आप देख सकते हो सारे स्टूडेंट्स यहाँ पे सारे अपनी हक की लड़ाई के लिए आए हुए हैं. इवन स्टूडेंट्स नहीं भी हैं यहाँ पे. मैं जॉब वाला बंदा हूँ, मैं यहाँ पे आया हूँ ताकि इन सबको उनका हक मिले, हमें हमारा हक मिले. എന്താണെങ്കിലും വലിയ ആവേശം NSUIന്റെ ക്യാമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിക്സ് ഗുളിക ഈ വരുന്ന ആൾ കൊടുക്കുകയാണ്. ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ, അതായത് തൊണ്ടയടഞ്ഞവർക്കൊക്കെ വലിയ ആവേശത്തോടെ വിളിക്കാൻ, ആ ശബ്ദം പ്രധാനമന്ത്രി കേൾക്കാനൊക്കെയാണ് എന്ന സന്ദേശമാണ് ആ വിക്സ് ഗുളിക നൽകുന്നതോടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ ഒരു തിരക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഇതുപോലെ നിരവധി സ്റ്റാളുകൾ, അവരുടെയൊക്കെ സമരപന്തലുകൾ ഇവിടെ വിവിധ ഇടങ്ങളിലുണ്ട്. വിവിധങ്ങളായ സമരങ്ങൾ ഇവിടെ പലയിടത്തും തുടരുകയും ചെയ്യുന്നു. നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നു. എന്താണെങ്കിലും ഈ ടോൾസ്റ്റോയ് മാർഗ്, അതായത് ജന്തർ മന്ദറിന്റെ മറുവശമാണ്, മറ്റൊരു വശമാണ് ടോൾസ്റ്റോയ് മാർഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘർഷം ഉണ്ടായ സ്ഥലമാണ്. ഇവിടെയൊക്കെ വലിയ തരത്തിൽ യുവാക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. आप लोग किधर से? यूपी आजमगढ़. पहला बार आता है और नहीं, 3 दिन से हाँ 3 दिन. क्या है आपके माइंड में? माइंड में बस यही है, धर्मेंद्र प्रधान इस्तीफा दे, अभी हम लोग घर चले जाएंगे. अभी तक इस्तीफा के बारे में कुछ जानकारी नहीं है सरकार से? नहीं कुछ भी नहीं है. എന്താണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന നിലപാടിലാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ നിരവധി ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ആംബുലൻസ് അടക്കമുള്ള മറ്റ് മെഡിക്കൽ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളൊക്കെ ദേശീയ പതാകയുമായി അവിടെ ഈ സിഗ്നൽ അടക്കമുള്ള ഇടങ്ങളിലുണ്ട്. അതായത് ഒരുപക്ഷെ നമ്മൾ ജന്തർ മന്ദറിൽ കാണുന്നതിനേക്കാൾ വലിയ ജനക്കൂട്ടം ജന്തർ മന്ദറിന് പുറത്ത് ഈ ടോൾസ്റ്റോയ് മാർഗിൽ ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ടോൾസ്റ്റോയ് മാർഗ് യുവാക്കളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊരു കാഴ്ച എന്തായാലും കാണാൻ, ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. എന്താണെങ്കിലും വലിയ ആവേശമായി ജന്തർ മന്ദറിലെ ഈ പ്രതിഷേധം ജന്തർ മന്ദർ പുറത്ത് മാറുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ദേശീയ പതാകയ്ക്ക് എന്തിക്കൊണ്ട് അങ്ങനെ വലിയ ഒരു ആൾക്കൂട്ടത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ടോൾസ്റ്റോയ് മാർഗിൽ ഒരു സിഗ്നലാണ്. ഈ സിഗ്നലിലൊക്കെ വലിയ തരത്തിൽ യുവാക്കളുടെ ഒരു സാന്നിധ്യമുണ്ട്. എന്താണെങ്കിലും ജന്തർ മന്ദറിൽ തുടരുന്ന പ്രതിഷേധം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ആ രാജിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞിട്ട് ഇന്നത്തെ ചർച്ചയിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. പ്രതിഷേധം കൂടുതൽ കനക്കാനുള്ള സാധ്യതയും ഉണ്ട്. വീടിന് നന്ദി പരമ്പരയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.